നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025ന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും 2025 എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പരിശോധിച്ചു വരുന്നത്. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മകൻ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ അവതരിപ്പിക്കാം. 2025 മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. നക്ഷത്രഫലം പറയുന്നുണ്ട്. അതിനുശേഷം ദശാകാലം അനുസരിച്ച് മകൻ നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. അതിനുശേഷം ദോഷപരിഹാരത്തെയും പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. കർമ്മരംഗത്ത് നല്ല രീതിയിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2025. മേലധികാരികളുടെയൊക്കെ അധിക പ്രീതി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്ന കാലമാണ്. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് സാധിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. പിതാവിനോ കുടുംബത്തിലെ മുതിർന്ന ആർക്കെങ്കിലും ഒക്കെയോ രോഗ ദുരിതങ്ങൾ ഉണ്ടായേക്കാം. ആശുപത്രി വാസവും ഒക്കെ അതുമൂലം ഉണ്ടായേക്കാം. വാഹനം മാറ്റി വാങ്ങാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റമൊക്കെ ലഭിക്കുന്ന സമയമാണ്. മകൻ നക്ഷത്രക്കാർ കേതുർ ദശയിലാണ് ജനിക്കുക. കേതുർ ദശ ആകെ 7 വർഷമാണ്. ഏകദേശം 3 വയസ്സ് വരെ കേതുർ ദശ ഉണ്ടായിരുന്നു എന്നാൽ കണക്കൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നീട് ഏകദേശം 23 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം മകൻ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം നല്ല രീതിയിൽ നടക്കാനുള്ള സാഹചര്യമുണ്ട്. ശുക്രദശാകാലത്ത് തൊഴിൽ നേട്ടത്തിനും സാഹചര്യമുണ്ട്. എന്നാൽ ശുക്രദശ കഴിയുമ്പോൾ ആദിത്യദശയാണ് വരുന്നത്. ഇക്കാലം തൊഴിൽ തടസ്സത്തിനും മാനസിക സംഘർഷത്തിനും മറ്റുള്ളവരുടെ ശത്രുതയ്ക്കുമൊക്കെ പാത്രീഭൂതരായേക്കാം. കരുതലെടുക്കേണ്ട വർഷമാണ്. ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാടുകളെ ചെയ്യുക. നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ഏകദേശം 29 വയസ്സ് വരെയാണ് സൂര്യദശാകാലം വരിക. അതിനുശേഷം 39 വയസ്സ് വരെ ചന്ദ്രദശാകാലം ഉണ്ടാകും. ചന്ദ്രദശ മകൻ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. തൊഴിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. ആദ്യത്തെ ദശ ഏകദേശം 29 വയസ്സ് വരെയാണ്. അതിനുശേഷം 39 വയസ്സ് വരെ ആയിരിക്കും ചന്ദ്രദശ. അതിനുശേഷം ഏകദേശം 46 വയസ്സ് വരെ ചൊവ്വാദശ ഉണ്ടാകും. ചൊവ്വാദശയുള്ള മകൻ നക്ഷത്രക്കാരും സൂക്ഷിക്കേണ്ട സമയമാണ്. ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തുക. ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം ഏകദേശം 64 വയസ്സ് വരെ രാഹുർ ദശാകാലമാണ്. രാഹുർ ദശാകാലം പൊതുവെ മകൻ നക്ഷത്രക്കാർക്ക് അനുകൂല ദശാകാലമാണ്. ഇക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക. അതിനുശേഷം വ്യാഴദശാകാലമാണ്. അതും രാഹുർ ദശയുടെ തുടർച്ചയായിരിക്കും എന്ന് തന്നെ പറയാം. മകൻ നക്ഷത്രക്കാർ പൊതുവെ 2025 ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂവളമാല സമർപ്പിക്കുക. ധാര വഴിപാടായിട്ട് നടത്തുക. ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക. കൂടാതെ സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നൂറും പാലും വർഷത്തിലൊരിക്കൽ നടത്തുക. പാട്ടുപാടിക്കുന്നതും അഭിഷേകം നടത്തുന്നതും ഒക്കെ ഗുണപ്രദമായിട്ടുള്ള ഫലത്തെ നൽകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.